സാർ, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ സംഘർഷം കനക്കുകയാണ്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ നിരവധി യുദ്ധോപകരണങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെടുത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ? മേക്ക് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു ഏരിയ ഈ ആയുധങ്ങൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ വലിയ ചാട്ടമാണ് ഈ BJP ഭരണത്തിൽ 2014 മുതൽ നമ്മൾ സാധിച്ചിട്ടുള്ളത്. വിമാനങ്ങൾ, മിസൈലുകൾ തുടങ്ങി ഇല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഈ വിമാന എൻജിൻ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ എത്രമാത്രം ഫലവത്താണ് എന്ന് പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമായിരിക്കും ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആ യുദ്ധത്തിൻ്റെ ഘോത. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഏതാനും എണ്ണം ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ഒന്ന് പിനാക MLR. ഇത് പിനാക എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ആണ്. ഈ HIMARS അതിന് തുല്യമാണ്. ഹിമാസ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന റോക്കറ്റ് ലോഞ്ചറുകൾക്ക് തുല്യമാണ്. ഡ്രോൺ ഉള്ള യുദ്ധഭൂമിയിൽ ശത്രുവിൻ്റെ ഏത് തരത്തിലുള്ള ഈ ആക്രമണങ്ങളുണ്ടല്ലോ അതിനെ അതിജീവിക്കാൻ ഈ റോക്കറ്റ് ലോഞ്ചറിന് കഴിയും. 6 ലോഞ്ചറുകളുള്ള ഒരു വാഹനമാണ് ഇത്. 6 ലോഞ്ചറുകൾ ഒരു വാഹനത്തിൽ, അത് ട്രക്ക് മൗണ്ടഡ് എന്നൊക്കെ പറയില്ലേ, വെഹിക്കിൾ, ഒരു വാഹനത്തിലാണ് ഇതുള്ളത്. 6 ലോഞ്ചർ ഉണ്ടാവും. ഓരോ ലോഞ്ചറിലും 12 റോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് 72 റോക്കറ്റുകൾ ആണ് വിക്ഷേപിക്കാൻ കഴിയുന്നത്. 6 ലോഡറിൻ്റെ റീപ്ലനിഷ്മെൻറ്റ് വാഹനങ്ങളും ഉണ്ടാവും. ഇത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഇത് നിറച്ചുകൊണ്ടിരിക്കണമല്ലോ. റീപ്ലനിഷ് ചെയ്യാനും വാഹനങ്ങളുണ്ട്. പിന്നെ റഡാറ്, സെൻട്രൽ കമ്പ്യൂട്ടർ, ഇതൊക്കെ ഈ സംവിധാനത്തിനുണ്ട്. 38 കിലോമീറ്റർ ആണ് റേഞ്ച്. 44 സെക്കൻഡിൽ 12 റോക്കറ്റുകൾ വിക്ഷേപിക്കാം. 60-90 കിലോമീറ്റർ റേഞ്ചിലേക്ക് നമ്മളിത് വികസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ 214 mm ബോർ പിനാക MK1 അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിത് അർമീനിയയ്ക്ക് വിറ്റിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അർമീനിയ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ തുർക്കിയുടെ കയ്യിൽ നിന്നല്ല, തുർക്കിക്കെതിരെ ഉപയോഗിക്കാനാണ് അർമീനിയ. കാരണം തുർക്കി വളരെ പണ്ടേ ഈ അർമീനിയൻ ക്രിസ്ത്യൻസിനെ ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അത് ജനസൈഡൊക്കെ ആയിട്ട് UN ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതൊക്കെ അടുത്ത കാലത്താണ്. പിന്നെ 2 ആകാശ്, സർഫസ് ടു എയർ മിസൈൽ, കരയിൽ നിന്ന് ആകാശത്തേക്കുള്ള മിസൈലാണ് ആകാശ്. ലഘുദൂര മിസൈലാണ്, ഷോർട്ട് റേഞ്ച്. ഭാരത് ഡൈനാമിക്സ് ആണിത് നിർമ്മിച്ചിട്ടുള്ളത്. എയർ ഡിഫൻസിനുള്ളതാണ്, എന്ന് പറഞ്ഞാൽ വിമാനങ്ങളെയൊക്കെ വെടിവെച്ചിടാനുള്ള മിസൈലാണ്. മൾട്ടിപ്പിൾ ടാർഗറ്റ്സ്, ഒരേ സമയം ഭിന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഇതിന് മൊബൈൽ പ്ലാറ്റ്ഫോം ഉണ്ട്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. മലകളിൽ ഇത് നന്നായി പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആകാശ് നമ്മുടെ LOC ഇല്ലേ, നിയന്ത്രണ രേഖ, അവിടെ പെർഫെക്റ്റ് ആയിരിക്കും. ഹെലികോപ്റ്റർ, വിമാനങ്ങൾ, UAV അതായത് ഡ്രോണുകൾ എന്നിവയൊക്കെ ഈ 4 മുതൽ 25 കിലോമീറ്റർ വരെ ദൂരത്തിൽ കാണുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും. ഡ്രോൺ മുതൽ വിമാനങ്ങൾ വരെ ഒരേ സമയം 4 ആകാശ ലക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ മിസൈലാണിത്. ഒരേ സമയം 4 ലക്ഷ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അത് ഇന്ത്യ മാത്രമേ അങ്ങനെ ഒരു മിസൈൽ വികസിപ്പിച്ചിട്ടുള്ളൂ. 3 ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ഇത് HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്
ബംഗളൂരുവിലെ നിർമ്മിച്ചതാണ്. ഒറ്റ എഞ്ചിനാണ്, 4+ ജനറേഷനാണ്. ഈ എയർ ടു എയർ, പിന്നെ എയർ ടു ഗ്രൗണ്ട്, ആകാശത്ത് നിന്ന് ആകാശത്തേക്ക്, അതായത് ഒരു വിമാനത്തിൽ നിന്ന് വിമാനത്തിലേക്ക്, ആകാശത്ത് നിന്ന് കരയിലേക്ക്, അങ്ങനെ വിക്ഷേപിക്കാവുന്ന വേരിയൻസ് 2 തരം തേജസ് മിസൈലുകളുണ്ട്. 2015 നമ്മളിത് വികസിപ്പിച്ചത്. ലിമിറ്റഡ് നമ്പർ ആണ് വികസിപ്പിച്ചത്. 83 എണ്ണത്തിന് ഇപ്പോൾ ഓർഡർ ഉണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേന. മാക് 1.6 ആണ് വേഗത, 500 കിലോമീറ്ററാണ് റേഞ്ച്. പേലോഡ്, ഇതിൽ വഹിക്കുന്ന ആയുധം, അതിന് 3500 കിലോ വരെ കനം ആകാം ഈ മിസൈലിൽ. എയർ ഡിഫൻസ്, നേവിയുടെ നിരീക്ഷണങ്ങൾ ഒക്കെ അതിനുപയോഗിക്കാം. ജമ്മു കാശ്മീരിൽ ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ 3 സ്ക്വാഡ്രണുകളിലാണിപ്പോൾ ഈ മിസൈലുള്ളത്. പാകിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കയ്യിലുള്ള JF-17 തണ്ടറിന് തുല്യമായ മിസൈലാണിത്. 4 എയർ ലോഞ്ച്ഡ് മിസൈൽസ്, ആകാശത്ത് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ. അസ്ത്ര MK-1 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആണിത്. അതിൻ്റെ റേഞ്ച് ആകാശത്ത് നിന്ന് ആകാശത്തേക്ക്, എയർ ടു എയർ 110 കിലോമീറ്റർ, അതായത് ഒരു വിമാനത്തിൽ നിന്ന് വേറൊരു വിമാനത്തെ ലക്ഷ്യമാക്കി അയക്കുന്നത്. 110 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. 15 കിലോഗ്രാം എക്സ്പ്ലോസീവ്, 15 കിലോ വരുന്ന സ്ഫോടകം ഈ മിസൈലിൽ ഘടിപ്പിക്കാം. Su-30 MKI ആ വിമാനം, തേജസ്, MiG-29 ഇതിലൊക്കെ ഇത് വഹിക്കാൻ പറ്റും. പാകിസ്ഥാൻ്റെ JF-17, F-16 വിമാനങ്ങളുണ്ടല്ലോ, ഇതിനെയൊക്കെ തകർക്കാൻ ഈ മിസൈലിന് കഴിയും. പിന്നെ രുദ്രം 2 എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട് നമുക്ക്. ആൻറ്റി റേഡിയേഷൻ മിസൈൽ ആണത്. Su-30 MKI നമുക്കുണ്ടല്ലോ, ആ വിമാനത്തിൽ വഹിക്കാവുന്ന, അതിനെ സഹായിക്കാൻ കഴിയുന്ന മിസൈലാണ് രുദ്രം 2. ശത്രുവിൻ്റെ ഈ എയർ ഡിഫൻസിനെയൊക്കെ തകർക്കാം. ശത്രു വിമാനങ്ങളെ തകർക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിസൈലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ ഈ രുദ്രം മിസൈലിന് തകർക്കാം. 150 കിലോമീറ്ററാണ് റേഞ്ച്. Su-30 MKI വിമാനത്തിന് ഈ ബ്രഹ്മോസ് അതും വഹിക്കാൻ കഴിയും Su-30ക്ക്. 5-മത്തത് ബ്രഹ്മോസ്, അത് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ആണ്, കപ്പലുകളെയൊക്കെ തകർക്കുന്ന മിസൈലാണ്. മാക് 3 സ്പീഡാണ് അതിനുള്ളത്. 500 കിലോമീറ്റർ റേഞ്ച്. ലോകത്തിലെ ഏറ്റവും വേഗമുള്ള ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. കപ്പലുകൾ, വിമാനം ഒക്കെ കരയിലും പ്രയോഗിക്കാം. ഇത് കരയോട് ചേർന്ന് സഞ്ചരിക്കാൻ കഴിയും ഇതിന്. മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അതായത് മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനങ്ങളെ വെട്ടിച്ച് സഞ്ചരിക്കാൻ ഇതിന് കഴിയും. കരയിൽ നിന്ന് 10 മീറ്റർ പൊക്കത്തിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. എയർ ലോഞ്ച്ഡ് വേരിയൻറ്റ്, ആകാശത്ത് നിന്ന് അയക്കാവുന്നതും ഉണ്ട്. 3.5+ മാക്സ് സ്പീഡ്, പ്രിസിഷൻ സ്ട്രൈക്ക്, കൃത്യതയുള്ള തകർക്കലുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഫിലിപ്പീൻസ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ ഇതിൽ താല്പര്യം കാണിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിനും താല്പര്യമുണ്ട്. ഇതുവരെ വാങ്ങിച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. ഇതിനെ നേരിടാൻ നമ്മുടെ ബ്രഹ്മോസിനെ നേരിടാനായിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ആയുധങ്ങളുടെ ഒരു നിർമ്മാണമുണ്ടല്ലോ, ഇത് മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു ശ്രദ്ധയും കൂടെ ആകർഷിക്കുന്നില്ലേ? അതായത് വിപണിയിൽ, ഇന്ത്യൻ ഈ ആയുധ വിൽപ്പനയിൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കില്ലേ ഇത്? അതായത് ലോകത്തിലെ ഈ ഒരു രാജ്യം വൻശക്തി ആകണമെന്നുണ്ടെങ്കിൽ അതൊരു ആയുധ ശക്തി കൂടിയായി മാറണം.
കാരണം ഇപ്പോൾ അമേരിക്കയൊക്കെ സമ്പന്നമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആയുധം വെക്കുമ്പോഴാണല്ലോ 1000 കോടിയും 1600 കോടിയും അല്ലേ, 35,000 കോടിയൊക്കെ. നമ്മൾ മുങ്ങിക്കപ്പൽ വാങ്ങിക്കുന്നു, സ്കോർപ്പിയൻ വാങ്ങിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മുമ്പ് വാങ്ങിക്കുമ്പോൾ അതിന് 21,000 കോടി രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ 35,000 കോടി രൂപയാണ്. ഇതൊക്കെ ചില്ലറ തുകയല്ലല്ലോ. അപ്പം നമ്മൾ ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കുകയും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് അതിന് വിപണി കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഒന്നാമത് അതിന് ശേഷി ഉണ്ടാകണം. ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ യുദ്ധങ്ങളിൽ പങ്കെടുക്കണം. ഇപ്പൊ ബേറാക്ടർ തുർക്കിയുടെ ഉക്രൈനിൽ ശേഷി ഉണ്ടായിരുന്നു എന്ന് കാണിച്ചത് കൊണ്ടാണല്ലോ മറ്റു രാജ്യങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ അതിലിത് തെളിയുകയും വേണം. ബ്രഹ്മോസിനെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഫിലിപ്പീൻസൊക്കെ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആയുധ വിപണിയിൽ കൂടി ശക്തി തെളിയിച്ചാലാണ് ഇത് നമ്മളൊരു വൻ ശക്തിയായി മാറുന്നത്. കാരണം ആയുധം വിറ്റിട്ടാണ് പണം കിട്ടുക വലിയ നിലയിൽ. അപ്പോൾ റഷ്യയുമായിട്ടൊക്കെ ഇനി നമ്മൾ വാങ്ങുന്നത്, ഇപ്പം ഇനി വിമാനങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ പണിയാം എന്നുള്ള കരാറിലാണ് നമ്മൾ വാങ്ങുന്നത്. ഫ്രാൻസിൽ നിന്നൊക്കെ ടെക്നോളജി ടാറ്റ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് ചേർന്ന് ഇവിടെ തന്നെ ഈ വിമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇനി റഫാൽ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവർക്ക് തൊഴിൽ കിട്ടും, ഇവിടെ തന്നെ അതിൻ്റെ കമ്പോണൻസ് അല്ലേ എല്ലാം ഉണ്ടാക്കും. നമുക്കും വലിയ വിമാനങ്ങൾ പിന്നെ ഉണ്ടാക്കാനും കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ അഭിമാനമാണ്. നമ്മൾ ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അതിന് വിലയുണ്ടാകുന്നു, അത് ലോകത്തിനെ കീഴടക്കുന്നു എന്നുള്ളത്. നമ്മുടെ ശത്രുവിനെ തകർക്കാനും അതുകൊണ്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളത്. അപ്പോൾ മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അതും കൂടി ഒരു ത്രസിപ്പിക്കുന്ന നമ്മുടെ ഒരു കഴിവായി മാറും എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.